Welcome to Jasis Kitchen. Jasis Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിൽ എളുപ്പത്തിൽ തന്നെ മഞ്ഞച്ചോറ് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാദാ അരി വെച്ചിട്ടാണ് ഈ മഞ്ഞച്ചോറ് തയ്യാറാക്കുന്നത്. നമ്മൾ സാദാ ചോറ് വെക്കുന്ന ആ ഒരു റൈസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഈ ഒരു മഞ്ഞച്ചോറ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറുവ അരി വെച്ചിട്ടാണ് സാധാരണ മഞ്ഞച്ചോറ് തയ്യാറാക്കുക. കുറുവ അരി അതേപോലെ തന്നെ പൊന്നി അരിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ബീഫ് കറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു മഞ്ഞച്ചോറ് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ റൈസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ വെക്കുന്ന റൈസാണ്. അപ്പോൾ ഞാനത് എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ റൈസ് വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ 4-5 ഗ്രാമ്പൂ, 2 ഏലക്ക, ചെറിയ പീസ് പട്ട എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജീരകമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലാണ്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ റൈസ് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 9 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവ് നമ്മൾ വെള്ളം കുറച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗീ റൈസ് ഒക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു റൈസും വെച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 9 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതിൽ 3 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അരി കഴുകിയെടുത്ത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അരി കഴുകിങ്ങാൻ നമുക്ക് മാറ്റി വെക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെക്കണം. അരി ഊറ്റി വെച്ചിട്ടില്ലെങ്കിൽ വെള്ളം അധികമായിട്ട് നമ്മുടെ ചോറ് കുറച്ചധികം വെന്ത് പോകും. അതുകൊണ്ട് ഓട്ടക്കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഓരോ അരിക്കും ഓരോ വേവായിരിക്കും ഉണ്ടാവുക. വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ വേവ് കൂടുതലുണ്ടോ കുറവാണോ എന്നുള്ളത്. അതിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ കുക്കറിൽ ഒരു 3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. 3 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഒട്ടിപ്പോയിട്ടൊന്നുമില്ല. കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂട് തണിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് വിടർന്ന് നിൽക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ്. അപ്പോൾ കറിയൊന്നും അധികം ആവശ്യമില്ലാത്തൊരു ചോറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
Thanks for watching.